Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഫൊക്കാന ഇന്റർനാഷണലിന്റെ സോഷ്യൽ മീഡിയ കമ്മിറ്റികൾ പ്രഖ്യാപിച്ചു. മീഡിയ കമ്മിറ്റി ചെയർമാനായി ശ്രീ PP ചെറിയാനെ തെരഞ്ഞെടുത്തതായി പ്രസിഡന്റ് സണ്ണി മറ്റമന അറിയിച്ചു. അറ്റ്ലാന്റയിൽ നിന്നുള്ള ഷാജി ജോൺ സോഷ്യൽ മീഡിയ IT കമ്മിറ്റികൾ നയിക്കും. അനിൽ ആറന്മുള, ഗോൾഡി അലോഷ്യസ്, സാൻഡി സ്റ്റീഫൻ, സുജിത് EI എന്നിവർ മറ്റ് അംഗങ്ങളായിരിക്കും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അമേരിക്കൻ മലയാള മാധ്യമ ലോകത്ത് നിറസാന്നിധ്യമായി നിലകൊള്ളുകയാണ് PP ചെറിയാൻ. 1995 മുതൽ ഡാളസിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തും വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള PP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചെറിയാൻ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നാഷണൽ കമ്മിറ്റി അംഗം, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് എന്ന സംഘടനയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മലയാള മാധ്യമങ്ങളെ നിലനിർത്താനും അവയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തന്നാലാവുന്നത് ചെയ്യാനും എൻ്റെ എല്ലാ കഴിവും വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് PP. 1990 മലയാളം പത്രത്തിലൂടെ അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതനായ അനിൽ ആറന്മുള ഇപ്പോൾ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റും നേർക്കാഴ്ച ന്യൂസ് വീക്കിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ്. കഴിഞ്ഞ 20 വർഷമായി അറ്റ്ലാന്റയിൽ താമസിക്കുന്ന ഷാജി ജോൺ IT മേഖലയിൽ ജോലി ചെയ്യുന്നു. 30 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം 10 വർഷത്തിലേറെയായി പ്രശസ്ത സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉള്ളത്. പെൻസിൽവാനിയ സ്റ്റേറ്റിൽ നിന്നുള്ള ഗോൾഫി അലോഷ്യസ് 25 വർഷത്തോളമായി വിവരസാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുകയാണ്. 10 വർഷത്തോളമായി പെൻസിൽവാനിയയിൽ താമസിക്കുന്നു. അനീഷ് മാറമറ്റം കാനഡയിൽ പ്രവർത്തിച്ചു വരുന്നു. സി മലയാളി TVയുടെ ഫൗണ്ടറും CEOയുമാണ്. IPCA കാനഡ ചാപ്റ്ററിന്റെ ട്രഷററും സാക്കർ ബാറോ മലയാളി സമാജത്തിന്റെ ഫണ്ടറും ട്രഷററും ഒപ്പം എന്റർടൈൻമെന്റ് ഇവന്റ് കമ്പനി മാറമറ്റം പ്രൊഡക്ഷൻസ്, പൂഞ്ഞാർ ന്യൂസ്, പാല ന്യൂസ് എന്നിവയും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. കൂടാതെ അവതാരകനും പ്രൊഫഷണൽ പാട്ടുകാരനും പ്രൊഡ്യൂസറും കൂടിയാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ പൂഞ്ഞാർ തെക്കേക്കരയിൽ അടിവാരം എന്ന സ്ഥലത്ത് ജനിച്ചു. 2012 കാനഡയിലെ ടൊറന്റോയിൽ ഫാമിലിക്കൊപ്പം കുടിയേറി. മംഗളം ഡെയിലി, മംഗളം ആരോഗ്യ മാസിക എന്നിവയിൽ റിപ്പോർട്ടർ ആയി ജോലി ചെയ്തിരുന്ന സാൻഡി സ്റ്റീഫൻ പത്തനംതിട്ട സ്വദേശിയാണ്. അദ്ദേഹം നല്ല തിരക്കഥ രചയിതാവും പവർ വിഷൻ ചാനൽ അവതാരകനുമാണ്. ജേർണലിസം, ചരിത്രം എന്നിവയിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, റിപ്പോർട്ടിംഗ് എന്നിവയിലും അവഗാഹമുണ്ട്. 23 വർഷമായി വിവരസാങ്കേതിക മേഖലയിൽ പ്രാവീണ്യമുള്ള സുജിത് EK ക്രൈഡൈറ്റ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO ആയി പ്രവർത്തിക്കുന്നു. 3 വൻകരകളിലായി പരന്നു കിടക്കുന്ന ഉപഭോക്താക്കളുള്ള ഒരു വലിയ കമ്പനിയുടെ നായകത്വമാണ് സുജിത് ഏറ്റെടുത്തിരിക്കുന്നത്. സുശക്തരും എല്ലാ മേഖലകളിലും പ്രാവീണ്യം നേടിയിട്ടുള്ളവരുമായ മലയാളികളെ മുൻനിരയിൽ അണിനിരത്തി ലോക മലയാളികളെ ഒന്നിച്ചു ചേർക്കുന്ന ചാലക ശക്തിയായി പ്രവർത്തിക്കുകയാണ് ഫൊക്കാന ഇന്റർനാഷണൽ ഉദ്ദേശം വയ്ക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സംഘടനകളുമായി മത്സരിക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് സണ്ണി മറ്റമന പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം ഈപ്പൻ, കലാഷ് ഷാഹി, സണ്ണി ജോസഫ്, ജോസഫ് കുര്യപ്പുറം, ഡോക്ടർ ജേക്കബ് ഈപ്പൻ, എബ്രഹാം കളത്തിൽ, ഡോക്ടർ നീന ഈപ്പൻ, റജി കുര്യൻ എന്നിവർ നവമാധ്യമ നേതൃത്വത്തെ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.